ചീരുവിനോട് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ അവളോട് മക്കളോട് എന്തായാലും കാണിച്ചിരിക്കും. അതുപോലെ ഇപ്പോഴും നമ്മുടെ എല്ലാ കടമ്പകളും കഴിഞ്ഞിട്ടില്ല രഘുവേട്ട. ആ സ്വർണം എത്രയും വേഗം ദാസങ്ങളുടെ കയ്യിലെത്തിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. അതിലൊരു റിസ്ക് ഇല്ല രഘുവേട്ട. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സ്വർണം മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നത് റിസ്ക് തന്നെ. നമ്മൾ കൂടെ കൂടെ ഈ വണ്ടി എടുത്ത് പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ചിലരെങ്കിലും ഇപ്പോഴും നോട്ട് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ചീരു. ദാസങ്ങള് നമുക്ക് ബിസിനസ് തുടങ്ങി തരുവാണെന്ന് പറഞ്ഞതുപോലും അവള് മുഖവിലേക്ക് എടുത്തിട്ടില്ല. തനിക്ക് എല്ലാം അറിയാന്നുള്ളൊരു പുച്ഛഭാവമായിരുന്നു അവളുടെ മുഖത്ത്. സത്യം എന്തെങ്കിലും അവൾ അറിഞ്ഞ നമുക്കത് വലിയൊരു നാണക്കേടാൻ പോയി. നമ്മളെ അവള് നന്ദി കെട്ടവരെ എഴുതി തള്ളും. അങ്ങനെ തള്ളിക്കളയാനും നമ്മൾക്ക് പറ്റില്ല രഘുവേട്ടാ. അവളെയും കുഞ്ഞുങ്ങളെയും പിന്നെ ആര് നോക്കാനാ? ഗൾഫിലേക്കെന്നും പറഞ്ഞു പോയ വിനയം പോലും ഇനി അവളെയും കുഞ്ഞുങ്ങളെയും തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ നമ്മൾ അവളെ നോക്കും. നമുക്ക് നാളെ തന്നെ ചീരുവിനെ ചെക്കപ്പിന് കൊണ്ടുപോകണം രഘുവേട്ട. ഒപ്പം ആ സ്വർണവും കൊണ്ടുപോയി ദാസങ്കലിനെ രഹസ്യമായിട്ട് ഏൽപ്പിച്ചേക്കാം. അപ്പൊ പിന്നെ നമ്മള് വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നതിന് ഒരു കാരണമായില്ലേ? നിന്റെ ബുദ്ധി അപാരം തന്നെ. നീയേ ഇവിടെ നിന്ന് നിൽക്കണവളല്ലാട്ടോ. അതിന് നമ്മളെ ഇനി ഇവിടെ നിൽക്കില്ലല്ലോ രഘുവേട്ട. നമ്മള് പറക്കാൻ പോവല്ലേ. ഈ ബിസിനസ് തുടങ്ങുന്നതോടെ നമ്മുടെ ലെവല് തന്നെ മാറില്ലേ രഘുവേട്ട? അതെ അതെ. രഘുവേട്ട, വന്ന ശേഷം നമ്മൾ ആ സ്വർണ്ണം ഒന്നും നോക്കിയില്ലല്ലോ. ഇനി അതെടുത്ത് ബാഗിലേക്ക് മാറ്റിവെക്കാം. രാവിലെ എടുത്ത് മാറ്റിവെക്കുമ്പോഴേ ചീരു എങ്ങനെ അത് കണ്ടാലോ. ശരി. രഘുവേട്ട, ഇതിന് വെയിറ്റ് ഇല്ല. അല്ല രഘുവേട്ട, ഇതിൽ തന്നെയല്ലേ നമ്മൾ വെച്ചത്? അതിൽ തന്നെ കാണുമ്പോളേ നീ ഒന്ന് നോക്കിക്കേ. ദൈവമേ, രഘുവേട്ട, ഇതിനകത്ത് ഒന്നുമില്ല. നീ നോക്കിയേ. ഉണ്ടോ? നല്ലോണം നോക്ക്. ഈശ്വര, ദൈവമേ, അത് വീണ്ടും കൈവിട്ട് പോയതാ തോന്നുന്നേ രഘുവേട്ട. നോക്ക്. അമ്പിളി ചേച്ചി, ചേച്ചി. രഘുവേട്ട, ചീരുവാണല്ലോ. അവൾ എന്തിനായിരിക്കും വിളിക്കുന്നേ? നീ പോയി നോക്ക്. ഒന്ന് വേഗം സ്വർണം നീ വെച്ചിട്ട് പോയി വാ തുറന്നേ. ചേച്ചി.